നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2023 മാർച്ച്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായ വ്യക്തി രാജേഷ് മൽഹോത്ര. റിലയൻസ് പുറത്തിറക്കിയ പുതിയ പരിസ്ഥിതി സൗഹൃദ തുണിത്തരം ഇക്കോത്തം. യുണിസെഫ് പാർലമെൻ്ററി ഗ്രൂപ്പ് ഫോർ ചിൽഡ്രൻ 2023 പുരസ്കാരം ലഭിച്ച വ്യക്തി വി ശിവദാസൻ. ബാലാവകാശങ്ങൾ സംരക്ഷിക്കാൻ മികച്ച രീതിയിൽ ഇടപെടുന്ന MP-മാർക്ക് നൽകുന്ന പുരസ്കാരമാണിത്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ കണ്ടെത്തിയ അപൂർവ ഇനം കടന്നൽ പിയുമോയിഡസ് ഇൻഡിക്കസ് പുതിയ ഇനം സ്പീഷീസാണിത്. സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 8.4%. ഒക്ടോബർ-ഡിസംബറിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വളർച്ച നേടുന്ന സാമ്പത്തിക ശക്തിയായി മാറി. ഒളിമ്പിക്സ് സംഘാടക സമിതി തലവൻ ടോണി എസ്റ്റാഗെ. 33ാമത് പാരീസ് ഒളിമ്പിക്സ് കൊടിയേറ്റം ജൂലൈ 26. വംശനാശ ഭീഷണി നേരിടുന്ന കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ചീറ്റ തുടങ്ങിയവയെ സംരക്ഷിക്കുന്നതിനുള്ള സഖ്യം അന്താരാഷ്ട്ര ബിഗ് കാറ്റ് സഖ്യം IBCA. ആസ്ഥാനം ഇന്ത്യ. US-ലെ ഐഡഹോ, മൊണ്ടാന, വ്യോമിംഗ് എന്നീ സംസ്ഥാനങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന നാഷണൽ പാർക്ക് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് 1872 മാർച്ച് 1 സ്ഥാപിതമായി ലോകത്തിലെ ആദ്യ നാഷണൽ പാർക്കാണിത്. അനുഷ്ഠാന കർമ്മങ്ങൾക്കായി റോബോട്ടിക് ആനയെ അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃശ്ശൂർ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരായ പരാതികൾ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ച പോർട്ടൽ AC പോർട്ടൽ ഗ്രീവൻസ് അപ്പലേറ്റ് കമ്മിറ്റിയാണ് ഇത് ആരംഭിച്ചത്. 2023 കിളിമഞ്ചാരോ പർവ്വതത്തിൽ കയറിയ IAS ഉദ്യോഗസ്ഥൻ അർജുൻ പാണ്ഡ്യൻ. 2023 വിക്കിപീഡിയയ്ക്ക് $27,000 പിഴ ചുമത്തിയ രാജ്യം റഷ്യ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലത്തെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കുന്ന സൗജന്യ കൗൺസിലിംഗ് സംവിധാനം മനോദർപ്പൺ. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യമൊരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി വർണ്ണകൂടാരം. 2023 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. രാജ്യത്തെ ആദ്യ സൗരോർജ ക്രൂസ് ഇൻ്റഗ്രേറ്റഡ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ DGCI ആയി നിയമിതനായത് രാജീവ് സിംഗ് രഘുവംശി. നൈജീരിയയുടെ പുതിയ പ്രസിഡന്റ് ടിനുമു ബോല അഹമ്മദ്. ടെന്നീസിൽ കൂടുതൽ കാലം 1-ാം നമ്പർ സ്ഥാനത്ത് തുടരുന്നതിൻ്റെ റെക്കോർഡ് നേട്ടം കൈവരിച്ചത് നൊവാക് ജോക്കോവിച്ച്. ICC വനിതാ ടീമിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ഏക വ്യക്തി റിച്ച ഘോഷ. 2023 വനിതാ സ്നേക്കർ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യ. ലോക വന്യജീവി ദിനം മാർച്ച് 3. ലോക കേൾവി ദിനം മാർച്ച് 3. G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടക്കുന്നത് ഡൽഹി. ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ദിബാങ് പദ്ധതി ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ശിവമോഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. 2023 MK അർജുനൻ പുരസ്കാരം നേടിയത് വിദ്യാധരൻ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്വതന്ത്രപർവ്വതമായ കിളിമഞ്ചാരോയിലെ ഉഹുദു കൊടുമുടി കീഴടക്കിയ IAS ഓഫീസർ അർജുൻ പാണ്ഡ്യൻ. നാഗാലാൻഡിലെ ആദ്യ വനിതാ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെകാനെ ജഖല്ലു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ശാസ്ത്ര മേധാവിയായി നിയമിതയായ ആദ്യ വനിത നിക്കോള ഹോബ്സ്.
കോഴിക്കോട് ബീച്ചിൽ നടന്ന 25ാമത് ലോക ഫുഡ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ രാജ്യം ഫ്രാൻസ്. 2022 ഫിഫ പുഷ്കാസ് അവാർഡ് നേടിയ ആദ്യ അംഗപരിമിത ഫുട്ബോളർ മാർസിൻ ലക്സി. ഫുട്ബോൾ ഇതിഹാസം ജേഴ്സ് ഹൊയ്ഡെയ്ൻ അന്തരിച്ചു. ഇദ്ദേഹം ഏത് രാജ്യത്തിനു വേണ്ടിയാണ് കളിച്ചിരുന്നത്? ഫ്രാൻസ്. SSBയുടെ പുതിയ ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ ഭക്ഷ്യഭദ്രതാ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി ചെറുവയൽ രാമൻ. ഇൻഡോ ഫ്രഞ്ച് സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ വേദി തിരുവനന്തപുരം. പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. പേര് ഫിൻജെക്സ് 23. 95ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പദുക്കോൺ. ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹിയറിംഗ് ഡേ പോസ്റ്റർ അവതരിപ്പിച്ച മലയാളി പെൺകുട്ടി റിസ്വാന. കേന്ദ്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷൻ ജിഷ്ണു ബറുവ. നാഗാലാൻഡ് മുഖ്യമന്ത്രിയായി 5ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നെയ്ഫ്യൂ റിയോ. വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ പേര് നവകിരണം. വിദ്യാർത്ഥികളെ മത്സര പരീക്ഷയ്ക്ക് സജ്ജമാക്കുവാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം സാഥി, സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം. മേഘാലയ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺറാഡ് സാങ്മ. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് സാബു തോമസ്. ഐ ലീഗ് ഫുട്ബോൾ 2022-23 ജേതാക്കൾ പഞ്ചാബ് FC. സന്തോഷ് ട്രോഫി 2022-23 ചാമ്പ്യന്മാർ കർണാടക. റണ്ണേഴ്സ് അപ്പ് മേഘാലയ. 2023 വൈഷ്ണവം അവാർഡ് നേടിയ പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ. ദേശീയ പാതകൾ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ മുള ക്രാഷ് ബാരിയർ ബഹുബല്ലി. 2023 പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് അഹമ്മദ് നവാഹ് അൽ സബാഹ്. OBC സെൻസസ് ആരംഭിച്ച ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഒഡീഷ. 2023 അന്തരിച്ച വികലാംഗ അവകാശ പ്രവർത്തക ജൂഡി ഹ്യൂമാൻ. 2023 രാജിവെച്ച നാക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ചെയർപേഴ്സൺ ഭൂഷൺ പട്വർദ്ധൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കാൻ NCERT ജലവിഭവ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ഓൺലൈൻ കോഴ്സ് ക്യാച്ച് ദ റെയിൻ ജലശക്തി അഭിമാൻ. ഇറാനി ട്രോഫി ക്രിക്കറ്റ് 2023 ജേതാക്കൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ. ഫൈനലിൽ മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തി. ഏത് ഹൈഡ്രജൻ പ്രോജക്റ്റുകളുടെ ഡിസൈൻ ഘടകങ്ങളെ വിലയിരുത്താൻ അല്ലെങ്കിൽ അവലോകനം ചെയ്യാനാണ് NHPCയെ ഏൽപ്പിക്കാൻ KSEB തീരുമാനിച്ചത്? മാങ്കുളം, അപ്പർ സെൻകുളം പദ്ധതികൾ. 2023 മാർച്ച് 5 അറബിക്കടലിൽ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ. തുടർച്ചയായി 2ാം വർഷവും റോയൽ ഏറിയോൺ ക്ലബ് സ്പോൺസർ ചെയ്ത ഇന്ത്യൻ ടർഫ് ഇൻവിറ്റേഷൻ കപ്പ് ഗ്രേഡ് 1 നേടിയ കുതിര ജൂലിയറ്റ്. 2023 പ്രതിരോധ ചെലവിൽ എത്ര ശതമാനം ചൈന വർദ്ധിപ്പിച്ചു? 7.2%. 29ാമത് എഴുത്തച്ഛൻ അവാർഡ് നേടിയ മലയാളി P. വത്സല. മേഘാലയയുടെ പുതിയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സാങ്മ. അമേരിക്ക ലൈഫ് ഇൻഷുറൻസിൻ്റെ MDയും CEOയുമായി നിയമിതനായത് പങ്കജ് ഗുപ്ത. ദേശീയ ഡെന്റിസ്റ്റ് ദിനം മാർച്ച് 6. ഖേലോ ഇന്ത്യ ദക്ഷിണമേഖല വനിതാ സൈക്ലിംഗ് ലീഗിൽ ചാമ്പ്യന്മാരായത് തമിഴ്നാടു. 2ാം സ്ഥാനം കേരളം. ഇൻ്റർനാഷണൽ മാരിടൈം എക്സസൈസ് അല്ലെങ്കിൽ
കട്ലാസ് എക്സ്പ്രസ് 2023 പങ്കെടുക്കുന്ന കപ്പൽ INS തികണ്ട്. പ്രേം ഓളി ലീഗ് 2023 ജേതാക്കൾ അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ്. ഫൈനലിൽ ബംഗളൂരു ടോർപിഡോസിനെ പരാജയപ്പെടുത്തി. മികച്ച താരം നന്ദഗോപാൽ സുബ്രഹ്മണ്യം, അഹമ്മദാബാദ്. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായുള്ള പദ്ധതി ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഫ്രിഞ്ചി 23 എന്ന് പേരിട്ടിരിക്കുന്ന ഇൻഡോ ഫ്രഞ്ച് അഭ്യാസത്തിനായി കൊച്ചി സന്ദർശിച്ച ഹെലികോപ്റ്റർ കാരിയറിൻ്റെ പേര് ഡിക്സ്മൂട്ട്. 4ാമത് വനിതാ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മാർച്ച് 17 മുതൽ 19 വരെ കേരളത്തിൽ നടന്ന സ്ഥലം ആലപ്പുഴ. 2023 ഡിജിറ്റൽ പേയ്മെൻറ്റ് അവബോധ വാരാചരണത്തോടനുബന്ധിച്ച് ഹെർ പേയ്മെൻറ്റ് ഡിജിറ്റൽ എന്ന മിഷൻ ആരംഭിച്ച ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. G20 2ാം വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഏത് IITയിലാണ് നടക്കുന്നത്? IIT റോപ്പർ, പഞ്ചാബ്. വെൽ കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 ആദ്യ പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത്. 2023 മാർച്ച് 8 സത്യപ്രതിജ്ഞ ചെയ്ത് ത്രിപുര മുഖ്യമന്ത്രിയായത് മാണിക് സാഹ 2ാം തവണയാണ് മുഖ്യമന്ത്രിയാകുന്നത്. 18ാം വയസ്സിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഏകദിനം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി റെഹാൻ അഹമ്മദ്. US ഒരു ജില്ലാ കോടതിയുടെ ആദ്യ ജസ്റ്റിസായി മാറിയ ഇൻഡോ അമേരിക്കൻ വനിതാ ജഡ്ജി തേജൽ മേത്ത. RBI അടുത്തിടെ 3.06 കോടി രൂപ പിഴ ചുമത്തിയ കമ്പനി ആമസോൺ. ഇന്ത്യൻ എയർഫോഴ്സ് കോംബാറ്റ് യൂണിറ്റിൻ്റെ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഷാലിസ ധാമി. ഗുരു ചേമഞ്ചേരി പുരസ്കാരം 2023 ജേതാവ് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്. കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA ആയി നിയമിതയായത് SS ദുബെ. 2023 മാർച്ച് 7 ഏത് അടിസ്ഥാന ട്രെയിനർ വിമാനം വാങ്ങുന്നതിനായാണ് പ്രതിരോധ മന്ത്രാലയം 6828.36 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചത്? 70 HTT-40 അടിസ്ഥാന പരിശീലക വിമാനം. ഏത് തീയതിയിലാണ് നിർത്തലാക്കപ്പെട്ട മേഘ ട്രോപിക്സിൻ്റെ നിയന്ത്രിത റീ എൻട്രി പരീക്ഷണം വിജയകരമായി നടത്തിയത്? 2023 മാർച്ച് 7. 2023 മാർച്ച് 7 ഏത് കപ്പലിൽ നിന്നാണ് ഇന്ത്യൻ നേവി ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷിച്ചത്? INS വിശാഖപട്ടണം. 2023 പെൻ നക്കോബ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. 8ാമത് ദേശീയ ഫോട്ടോഗ്രാഫി അവാർഡിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ശശികുമാർ രാമചന്ദ്രൻ. 2022 BCC ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് മീരാഭായ് ചാനു. സ്പോർട്സ് വിഭാഗത്തിൽ 2023 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന അവാർഡ് ലഭിച്ചത് KC ലേഖ. ലോക വനിതാ ദിനം മാർച്ച് 8. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ KM ദിലീപ്. വനിതാ പ്രീമിയർ ലീഗ് 2023 റോയൽ ചലഞ്ചേഴ്സിന് എതിരെ ഏറ്റവും വേഗമേറിയ 50 അടിച്ച ഗുജറാത്ത് ജയൻ ഓപ്പണറുടെ പേര് സോഫിയ ഡക്ലി. 2022 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ചിഹ്നം ബിങ് ഡെൻ ഡെൻ, പാണ്ഡയുടെ പ്രതീകം. 2023 ഏപ്രിൽ 1 മുതൽ വനിതാ സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനായി വി മിഷൻ കേരള എത്ര വായ്പാ തുക വർദ്ധിപ്പിച്ചു? 50 ലക്ഷം രൂപ. നാസ ISRO സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ അഥവാ നിസാർ ഉപഗ്രഹം ഏത് ലബോറട്ടറിയിലാണ് വികസിപ്പിച്ചെടുത്തത്? കാലിഫോർണിയ. ആദ്യ S ബൽക്കർ സിംഗ് ചീമ മെമ്മോറിയൽ അഖിലേന്ത്യാ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് വനിതാ കിരീടം നേടിയ ടീം
KSEB. 2023 മാർച്ച് 9 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI ആതിഥേയത്വം വഹിക്കുന്ന മൂന്നാമത് അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ തീം ഇൻക്ലൂസീവ് എലക്ഷൻസ് ആൻഡ് എലക്ഷൻസ് ഇൻ്റഗ്രിറ്റി. 2023 മാർച്ച് 7 ന്യൂയോർക്കിലെ സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ ജില്ലാ ജഡ്ജിയായി മാറിയ ആദ്യ ഇന്ത്യൻ അമേരിക്കൻ അരുൺ സുബ്രഹ്മണ്യൻ. 2023 മാർച്ച് 8 മുതൽ 4 ദിവസത്തേക്ക് ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൻ്റണി അൽബനീസ്. ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിലാണ് സൈന്യം ഏറ്റവും ഉയരമുള്ള ദേശീയ പതാക ഉയർത്തിയത്? ഡോഡ. മാധവ കവിയുടെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന മാധവ മുദ്ര പുരസ്കാരം ലഭിച്ച വ്യക്തികൾ: ആലങ്കോട് ലീലാകൃഷ്ണൻ, വി മധുസൂദനൻ നായർ. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ ആവശ്യമായ റവന്യൂ സേവനങ്ങൾ നേടുന്നതിനുതകുന്ന പദ്ധതി റവന്യൂ സാക്ഷരത. ഏത് കേസിലാണ് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമാൻ ഖാനെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്? തൊഷഖാന കേസ്. 2023 പിറ്റ്സ്ബർഗ് ആർക്കിടെക്ചർ സമ്മാന ജേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് സർ ഡേവിഡ് ചിപ്പർഫീൽഡ്. 25 വർഷത്തിന് ശേഷം ആദ്യമായി സൈന്യത്തിൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ച രാജ്യം കൊളംബിയ. 23 വർഷം പഴക്കമുള്ള 2000 ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിന് പകരം വരുന്ന ബിൽ ഡിജിറ്റൽ ഇന്ത്യ നിയമം. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാ വർഷവും മാർച്ച് 10 റേസിംഗ് ഡേ ആഘോഷിക്കുന്നു. എന്നാൽ 2023 ഏത് തീയതിയിലേക്ക് പുതുക്കി? 2023 മാർച്ച് 12. ഒരു വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനം അസം. 2023 മാർച്ച് 9 ഡൽഹി ഛത്തീസ്ഗഡ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് CRPF വനിതാ ബൈക്കർമാർ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 1848 കിലോമീറ്റർ. ഇന്ത്യയിലെ വിവിധ സൈനിക സംഘടനകൾക്കിടയിൽ വാർഷികമായി നടത്തുന്ന ട്രോപെക്സ് 213 പ്രവർത്തനതല അഭ്യാസം സംഘടിപ്പിച്ചത് ഇന്ത്യൻ നേവി. 2023 മാർച്ച് 9 നേപ്പാളിൻ്റെ മൂന്നാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പൗഡർ. മേഘാലയയിൽ 11ാമത് നിയമസഭയുടെ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് എ സഗ്മ. അർദ്ധചാലക വിതരണ ശൃംഖലയും ഇന്നോവേഷൻ പങ്കാളിത്തത്തിലും ഇന്ത്യ ഏത് രാജ്യവുമായി ധാരണാപത്രം ഒപ്പുവച്ചു? USA. 100 വീടുകളിൽ ടാപ്പ് വാട്ടർ കണക്ഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗോവ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.